ഹായ് അഞ്ജനം, സുഖാണോ? സുഖമാണ് സാർ. സുഖാണ് അല്ലേ? എവിടെയാണ് സ്ഥലമൊക്കെ എവിടെയാണ്? ആലപ്പുഴയില് ഹരിപ്പാടാണ് എന്റെ സ്ഥലം. ഹരിപ്പാടാണല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, വല്യമ്മയുണ്ട്, മോളുണ്ട്, ചേച്ചിയുണ്ട്. ഓക്കെ. അപ്പോ അഞ്ജനം ഈ നമ്മുടെ അവോധയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് ആദ്യമായിട്ട്? അബോധയെ പറ്റി അറിഞ്ഞത് എന്റെ ചേച്ചി വഴിയാണ്. എനിക്ക് എന്റെ ചേച്ചിയാണ് അവോധയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇട്ടുതന്നതും അവോധയില് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കാര്യങ്ങള്, ഓൺലൈൻ കോഴ്സിനെ കുറിച്ചൊക്കെ എനിക്ക് ചേച്ചിയാണ് പറഞ്ഞു തന്നത്. ചേച്ചി വഴിയാണ് ഞാൻ അവോധയായിട്ട് കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തത്. ഓക്കെ. അവോധയിൽ ഏത് കോഴ്സായിരുന്നു അഞ്ജനം എടുത്തിരുന്നത്? അവോധയില് ഞാന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു എടുത്തത്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് പഠിക്കുമ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചൊരു ഹൗസ് വൈഫ് എന്ന നിലയിൽ എനിക്ക് ഈ കോഴ്സ് നല്ല കംഫർട്ട് ആയിരുന്നു. കാരണം റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്റെ വീട്ടിലും പ്രശ്നമില്ലായിരുന്നു, മോളെ നോക്കുന്നതിലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഈ അതുപോലെ ഒരു തന്നെ പറഞ്ഞോളൂ പറഞ്ഞോളൂ. അല്ല, എനിക്ക് ഈ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരമുള്ള, കാരണം നല്ലപോലെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ വീഡിയോസും നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നല്ല ക്ലിയർ ആയിട്ടാണ് ക്ലാസ്സുകളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഓക്കെ. ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? കോഴ്സ് എനിക്ക് ബ്യൂട്ടീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഒരു കോഴ്സാണ്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു മേഖലയിലോട്ട് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി നേരിട്ട് കോളേജിലൊക്കെ തിരക്കിയായിരുന്നു ഈ കോഴ്സിനെ കുറിച്ച്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കാരണം മോളുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും ഈ പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ചേച്ചി ഈ അവോധയെ കുറിച്ച് ലിങ്ക് ഇട്ടെന്ന്, അതിന് കോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓൺലൈൻ കോഴ്സാണ്, നിനക്ക് കംഫർട്ട് ആയിരിക്കും, നിനക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഈ ഒരു 2,800 രൂപ എന്നുള്ളത് കേട്ടപ്പോൾ ആദ്യമായിട്ട് എന്താ തോന്നിയത്? ഫേക്ക് ആണോ? ഒന്ന് പറ്റിക്കപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ആദ്യം കേട്ടപ്പോ ഞാൻ അങ്ങനെ ഒരു സംശയമില്ലായിരുന്നു ഫേക്ക് ആണോന്ന്. പിന്നെ ചേച്ചി എന്നെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ട് പിന്നെ എനിക്ക് നമ്പർ തന്നു. ഞാൻ നേരിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ഓക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ 100% എനിക്ക് കംഫർട്ട് ആയിട്ടുള്ളൊരു കോഴ്സും കോളേജുമാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഹാപ്പിയാണോ? സന്തോഷാണോ ഇപ്പൊ? ഹാപ്പിയാണ് സാർ. ഞാനിപ്പം ജോയിൻ ചെയ്തിപ്പോ 3 മാസം ട്രെയിനിങ് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ സ്റ്റാഫായിട്ട് കയറി. ഇപ്പൊ എന്റെ വീട്ടിലുള്ളവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പൊ ഇപ്പൊ കാരണം കറന്റ് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ് ഇപ്പൊ? ഞാനിപ്പം മലപ്പുറം കോട്ടയ്ക്കല് ടുലേറ്റിലാണ് എനിക്ക് ഓഫർ വന്നത്. ഇന്റേൺഷിപ്പ് അവിടെയാണ്. ഇപ്പം അതിന്റെ ആ ഷോപ്പിന്റെ തന്നെ പുതിയ ഷോപ്പായ എറയിലാണ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത്, എറ മേക്ക് ഓവറിൽ. ഓക്കെ ഓക്കെ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, എനിക്കത് അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പം മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവായിരുന്നു. പോവായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ വീഡിയോ ഒക്കെ? റെക്കോർഡ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാമായിരുന്നു. ആ ഓക്കെ ഓക്കെ. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ? ഇല്ല, അങ്ങനെയല്ല. എനിക്ക് ഫസ്റ്റ് ടൈമില് ത്രെഡിങ് ഒന്നും അറിയില്ലായിരുന്നു. ഓക്കെ പിന്നെ ഓക്കെ. ഞാൻ ആ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചപ്പോ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് മാമിന് എന്റെ വർക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമ്മൾ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് വർക്കിംഗ് ലൊക്കേഷൻ ഒക്കെ? അടിപൊളിയാണോ അവിടെയൊക്കെ? വർക്ക് ലൊക്കേഷൻ അടിപൊളിയാണ്. മാഡം അടിപൊളിയാണ്. എന്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ പഠിച്ചതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കാത്തതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിൽ ഞാനിപ്പോ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഓക്കെ. ചെയ്യുന്ന വർക്കൊക്കെ നല്ലതായിട്ടുള്ളതുകൊണ്ട് കസ്റ്റമർ ഒക്കെ ഓക്കെ ആയിട്ട് പോകുന്നു. മൊത്തത്തിൽ സന്തോഷവതിയാണ് താൻ ആഗ്രഹിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടിയപ്പോ?
യെസ് സാർ, ഒത്തിരി സന്തോഷത്തിലാണ്. ഒരു സന്തോഷത്തിലാണല്ലേ. അപ്പൊ അഞ്ജനത്തോട് ഒരാൾ ചോദിക്കാണ്, എനിക്ക് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു കോഴ്സ് പഠിക്കണം. അപ്പൊ അഞ്ജന എന്താണ് അവരോട് പറയാ? തീർച്ചയായിട്ടും ഞാൻ അവോധയെ കുറിച്ചായിരിക്കും പറയുന്നത്. അവോധയിൽ ജോയിൻ ചെയ്യാനേ ഞാൻ ആരോടായാലും പറയുള്ളൂ. അപ്പൊ എന്റെ സിസ്റ്ററിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവര് ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരി +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. +2 കഴിഞ്ഞിട്ട് ഞാൻ മുന്നാറേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവോധയിൽ പഠിക്കുക. അതാകുമ്പോ നിന്റെ സമയത്തിനനുസരിച്ച് പിന്നെ നിനക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിനും പോവാന്ന് പറഞ്ഞു. കാരണം ഞാൻ എനിക്ക് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ മറ്റൊരാൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജാബ് സെക്ഷൻ ഒക്കെ? ജാബ് നമ്മളിപ്പോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ നമുക്ക് ഓഫർ വരുന്നുണ്ട്. ഓഫർ വരുമ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പം ഞാനാണെങ്കിൽ പോലും മലപ്പുറം എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ്. അവിടെ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ജോബ് ഓഫറിന് കൊടുത്തപ്പോഴത്തേക്ക്, ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അവിടെ തന്നെ കിട്ടി. ഫസ്റ്റ് ടൈം തന്നെ കിട്ടി. അത് വലിയൊരു ഹാപ്പിയാണ്. കാരണം ദൂരെ പോയി ജോലി ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സാധിച്ചു. അതുപോലെ സാധിച്ചല്ലേ? യെസ്. മോക്ക് ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എക്സ്പീരിയൻസ് ആയില്ലേ മോക്ക് ഇന്റർവ്യൂ ഒക്കെ പങ്കെടുത്തപ്പോ? ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ പാസ്സായി. ഓക്കെ, ഇന്റർവ്യൂ കഴിഞ്ഞ 1 വീക്കിൽ തന്നെ എനിക്ക് ജോയിന്റ് ഓർഡർ വന്നായിരുന്നല്ലേ? അപ്പോ അവസാനമായിട്ട് എനിക്ക് അഞ്ജനത്തോട് പറയുന്നത്, ഓൾറെഡി നമ്മുടെ അവോധയിൽ പഠിക്കുന്നവരും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അവരോട് അഞ്ജനത്തിന് എന്താണ് പറയാനുള്ളത്? പഠിക്കുന്നവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അവോധയിൽ പഠിച്ചു കഴിഞ്ഞാൽ 100% നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനും പറ്റും. ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ജോലിയും കിട്ടുന്നതായിരിക്കും. അത് 100% ഉറപ്പാണ്. ഓക്കെ. താങ്ക് യു അഞ്ജന, ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വിലയേറിയ ടൈം നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. വെൽക്കം.